നമസ്കാരം, അമൃതാണ്. പെദ്ദി ഈ മൂവി എനിക്ക് അത്യാവശ്യം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നായിരുന്നു. കാരണം ഞാനിതൊന്നും വേസ്റ്റ് പ്രതീക്ഷിച്ചാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് എക്സ്പെക്ട് ചെയ്തോ അതിനേക്കാളൊക്കെ വളരെ ഉയരത്തിലായിരുന്നു സിനിമ. ഞാൻ കണ്ടത് തമിഴ് വേർഷനാണ്, പക്ഷേ ഇത് ശരിക്കും തെലുങ്ക് സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴിൽ പോലും ആ ഒരു ഡബ് ചെയ്തിരിക്കുന്നതൊന്നും അത്ര ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ തമിഴ് തന്നെ കണ്ടതിന് കാരണം ഈ സംഭവം എന്താണെന്ന് മനസ്സിലാവണമെന്നുള്ളതുകൊണ്ടാണ്. മലയാളത്തിൽ വരുമ്പോൾ ഇത് വീണ്ടും ബോറാവാനാണ് സാധ്യത. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മെയിനായിട്ട് AR റഹ്മാൻ അദ്ദേഹം പല ഇൻ്റർവ്യൂസിലും മെൻഷൻ ചെയ്തായിരുന്നു. ഇതിനകത്ത് ഡോൾബി വിഷൻ ഓഡിയോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡോൾബി വിഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് തിയേറ്റേഴ്സിൽ മാത്രമേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളായിരിക്കാം. എങ്കിലും സാധാരണ നമ്മൾ സിനിമാസിൽ കാണുന്നതിനേക്കാളും ഒരു വിഷ്വൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു വിഷ്വൽ അപ്പീൽ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇപ്പോൾ AR റഹ്മാൻ അതങ്ങനെ മെൻഷൻ ചെയ്തപ്പോഴേ ഞാൻ എന്തായാലും അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്തു. അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. എങ്കിലും മൂവിക്കൊരു ഇമ്മേഴ്സീവ്നെസ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സൗണ്ടും അത് വിഷ്വലി എത്രത്തോളം സിനിമ അപ്പീലിംഗ് ആണോ അതിനത്രയ്ക്കും അത്രയും സിങ്ക് ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ എല്ലാ സിനിമകളിലും ഡോൾബി അറ്റ്മോസ് ആയിട്ട് മിക്സ് ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു സിനിമ കുറച്ചും കൂടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അത് മെയിനായിട്ട് AR റഹ്മാൻ്റെ ആ ഒരു സംഗീതം, അദ്ദേഹം ഡെഡിക്കേറ്റഡ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം മൂവികളിലാണ് അദ്ദേഹം നേരിട്ട് പണിയെടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം പണിയെടുത്തിരിക്കുന്ന ഈ സിനിമയിൽ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഭയങ്കര എൻഗേജിങ് ആണ്. പക്ഷേ എങ്കിലും ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഓരോരോ സീൻസ് ക്രിയേറ്റ് ചെയ്ത് പോകണ കണക്കുള്ളൊരു ഫീലാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സിനിമയായിട്ട് കണക്റ്റ് കിട്ടത്തില്ല. ഇപ്പോൾ ഈ പെദ്ദി എന്ന് പറയുന്ന ക്യാരക്ടറിന് ശരിക്കും ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റുമായിട്ട്, അതായത് റിയൽ ക്യാരക്ടറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് കുറച്ചും കൂടെ അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ, അതായത് ഇതിൻ്റെ ഡയറക്ടറുടെ പേരെന്തോ ബുച്ചി ബാബുസാന, അദ്ദേഹം തന്നെയാണ് റൈറ്ററും. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ഇമാജിനേഷനും കൂടെ ചേർത്ത്, ഒരു ഫിക്ഷനും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു മൂവി വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫ് ശരിക്കും ബോറടിപ്പിക്കുന്ന നമ്മുടെ ശ്രീദേവിയുടെ മോളാണ്, ജാൻവി കപൂർ. പുള്ളിക്കാരത്തിയുടെയൊക്കെ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പക്ക ആർട്ടിഫിഷ്യൽ, അതായത് ഒരു ഫീമെയിൽ ലീഡ് അതിനകത്ത് വേണമെന്നുള്ളതുകൊണ്ട് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ ഒരു ക്യാരക്ടറിനെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിയെ കൊണ്ട് ആ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നില്ല. അത് ഭയങ്കര ബോറുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫ് എടുക്കുമ്പോഴത്തേക്ക് വളരെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫാണ്. പക്ഷേ എങ്കിലും അതിനിടയിൽ ഒരുപാട് എലിവേഷൻ സീൻസ് ഉണ്ട്. അതായത് രാംചരൻ്റെ ഡാൻസും AR റഹ്മാൻ്റെ മ്യൂസിക്കും. ഈ സാധനത്തോട് ഞാൻ ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിച്ചതും. അപ്പോൾ ആ ഒരു സാധനം പക്കായിട്ട് തിയേറ്ററിൽ ഡെലിവറി ചെയ്ത് കിട്ടി. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആക്ടേഴ്സിൻ്റെ ഇടയിൽ വൺ അമംഗ് ദ ബെസ്റ്റ് ഡാൻസറാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബെസ്റ്റ് ഡാൻസറാണ്, അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും. നല്ല ഡയറക്ടേഴ്സിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിക്കും. അത് നമ്മൾ RRRൽ കണ്ടതാണ്. പക്ഷേ ഡയറക്ടർ വീക്കാകുമ്പോഴത്തേക്ക് പിന്നെ ക്യാരക്ടർ വീക്കാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഡാൻസ്, അദ്ദേഹത്തിൻ്റെ ചടുലമായ നൃത്ത രംഗങ്ങൾ തിയേറ്ററിൽ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. പ്രത്യേകിച്ച് അത് AR റഹ്മാൻ്റെ മ്യൂസിക്കും കൂടെ അതിൻ്റെ പിന്നിൽ വരുമ്പോഴത്തേക്ക്, AR റഹ്മാൻ്റെ ഇപ്പോഴത്തെ കുറച്ച് മെച്ചുവേർഡ് സ്റ്റൈലിൽ നിന്ന് മാറ്റി ആ ഒരു പഴയ സ്റ്റൈലിൽ വളരെ ഒരു ബീറ്റ് ട്രാക്കിൽ തന്നെയാണ് പാട്ടുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു രാംചരൻ്റെ ഡാൻസും കൂടെ ആയപ്പോഴത്തേക്ക് അതൊരു എക്സ്ട്രീം തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഡോൾബി വിഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള കുറേ സ്പോർട്ടിങ് ഇവൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിരുന്നു. ആ സമയത്തുള്ള സൗണ്ടും ആ സമയത്ത് AR റഹ്മാൻ കൊടുത്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഭയങ്കര സിങ്കായിരുന്നു. അതുമൊക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള സാധനം, ഒരു സ്റ്റഫ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫ്ലാറ്റായിരുന്നു. ഒട്ടും അതിൻ്റെ ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന ഓരോരോ യാതനകളും പ്രശ്നങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ അതിലൊന്നും ഒരു ഇമോഷണൽ കണക്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ക്യാരക്ടറിന് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അതൊരു പരിധിവരെ ഫസ്റ്റ് ഹാഫിന് ഡയറക്ടർ മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി അങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നതാണെന്നൊരു സംശയമുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫിൽ ഈ കഥാപാത്രം ഒരു ക്രിക്കറ്റ് പ്ലെയറാണ്. ഈ ക്രിക്കറ്റിലൊക്കെ ഭയങ്കര സർക്കാസമാണ്. കാരണം ഒരു ഗിയേഴ്സും യൂസ് ചെയ്യാതെയാണ് ഒരു സ്റ്റിച്ച് ബോളിൽ കളിക്കുന്നത്. സ്റ്റിച്ച് ബോൾ എന്നുള്ളത് അതിനകത്ത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അത് കൊണ്ട് മോന്തയൊക്കെ മുറിയുന്നുണ്ട്, ഒരുപാട് ഇഞ്ചുറീസൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും എത്ര ഗതികെട്ടവനായിരുന്നാലും ക്രിക്കറ്റ് കളിക്കുമ്പോഴത്തേക്കും മിയർലി അതിൻ്റെ ഒരു ഉള്ളിലുള്ള ഗിയേഴ്സെങ്കിലും വെച്ചില്ലെന്നുണ്ടെങ്കിൽ പണി പാടും. അത് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവാം. എന്നാലും എക്സ്റ്റേണലി ഉള്ള ഗ്ലൗസോ അങ്ങനെയുള്ള പാഡോ അങ്ങനെയുള്ള ഒരു ഗിയേഴ്സും യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ റബ്ബർ ബോളോ ടെന്നീസ് ബോളോ ആണ് സിനിമയിൽ കാണിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയേനെ. പക്ഷേ അതങ്ങനെയല്ല. ഓരോ നോക്കിലും നമുക്കറിയാം അതൊരു സ്റ്റിച്ച് ബോളിൽ കൊള്ളുന്ന സൗണ്ടാണ്. അത് ചിലപ്പോൾ ഓഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആളുടെ പരിപാടിയായിരിക്കാം. എന്തായാലും അത് പോട്ടെ, കാരണം ലോജിക്കൊന്നും നമുക്ക് ഈ സിനിമയ്ക്കകത്ത് നോക്കണ്ട. അപ്പോൾ ഇദ്ദേഹം ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ്മാനാണ്. അതും സിനിമയിൽ കൺവേ ചെയ്ത ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഇടയിൽ ഒത്തിരി മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ്മാൻ ഉണ്ട്. ഒന്ന് എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരാളുണ്ട്, ഡെക്കത്ലോൺ ചെയ്യുന്ന ഒരു സ്പോർട്സ്മാൻ. അതായത് അദ്ദേഹം 10 ഇവൻറ്റ്സിലാണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്.
ഒരു മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ എന്ന് പറയുന്നത് ഒരു അത്ഭുതമൊന്നുമല്ല. അങ്ങനെ മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള ഒത്തിരി സ്പോർട്സ്മാൻമാർ നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ രാജ്യത്തല്ല, നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ വരെ കാണും. അപ്പോൾ ആ ഒരു സാധനവും സിനിമയിലൂടെ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേ ബി ഒരു റിയൽ കഥാപാത്രം അങ്ങനെയുള്ള ഒരാളായിരിക്കാം. അപ്പം അങ്ങനെ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് സിനിമയ്ക്കൊരു ഇമോഷണൽ കണക്ട്, അതായത് ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടറിന് ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനിൽ നമുക്കൊരു കണക്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ക്രിക്കറ്റ് ആയതുകൊണ്ട്, അത് അദ്ദേഹം പ്രീവിയസ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നത് ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം ട്രാൻസ്ഫോമായി ഒരു നമ്മുടെ ദേശീയമായിട്ടുള്ള ഒരു ഇവൻറ്റിലോട്ട് അദ്ദേഹം കടന്നു വരുന്നത്, അതായത് റെസ്ലിങ്ങിലോട്ട് അദ്ദേഹം കടന്നു വരുമ്പോഴത്തേക്ക് മേ ബി അവിടെ ഡയറക്ടർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ റൈറ്ററും ഡയറക്ടറും ഒരാളാണ്. കാരണം ക്രിക്കറ്റിൽ നമ്മൾ എക്സൽ ചെയ്തെന്ന് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. എന്നാൽ ഈ ഒരു ക്രിക്കറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം മറ്റുള്ള ഗെയിംസിനൊക്കെ ഇന്നത്തെ യുവത ഒന്ന് അവഗണിക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മേ ബി ആ ഒരു സാധനത്തിന് ഒരു സർക്കാസ്റ്റിക് വേയിൽ പ്രസൻറ്റ് ചെയ്തതായിരിക്കാം ഡയറക്ടർ. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് മുതൽ സിനിമയ്ക്കകത്ത് എനിക്കൊരു കണക്റ്റ് ഫീൽ ചെയ്തു. പിന്നെ വരുന്ന ഇമോഷൻസൊക്കെ കുറേയൊക്കെ അഭിനയമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും കുറച്ചൊക്കെ ഒരു ഇമോഷണൽ കണക്ഷൻ ആ ഒരു ക്യാരക്ടറിനോട്, ആ ഒരു കഥാപാത്രത്തിനോട് തോന്നി തുടങ്ങി. അവസാനം അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു എലിവേഷൻ സ്റ്റേജിലോട്ടാണ് സിനിമ പോകുന്നത്. കുറച്ചും കൂടെ കൺവിൻസിങ് ആവും. അതൊക്കെ ചിലപ്പോൾ ഈ ഒരു റിയൽ കഥാപാത്രത്തിന് ഉള്ള സവിശേഷതകളായിരിക്കാം. അതുകൊണ്ടായിരിക്കും ആ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴത്തേക്ക് നമുക്കൊരു ഇമോഷണൽ ഒരു കണക്ഷൻ സിനിമയോട് ഫീൽ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിലാണ് പിന്നെ ഈ റെസ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളും, അതുപോലെ സ്പോർട്ടിങ് ഇവൻറ്റ്, നമ്മുടെ നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഏഷ്യൻ ഗെയിംസിൻ്റെ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ഏരിയയൊക്കെ എത്തിയപ്പോഴത്തേക്ക് കുറച്ചൊരു, അതായത് ഈ കഥാപാത്രം സ്പോർട്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലൂടെ അദ്ദേഹത്തിൻ്റെ നാട്ടിന് ഉണ്ടാക്കിയെടുക്കുന്ന ചില വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ, അത് സിനിമയ്ക്കകത്ത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അതെനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ അതുകൊണ്ട് തന്നെ മൂവി ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു തെലുങ്ക് സിനിമയിൽ ഞാൻ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വയ്ക്കാം. ബാലയ്യയുടെയൊക്കെ ഒരു റേഞ്ചാണ്. അല്ലെങ്കിൽ നമുക്ക് അതല്ലെന്നുണ്ടെങ്കിൽ സാക്ഷാൽ രാജമൗലിയൊക്കെ ഒരു സിനിമ എടുത്താൽ മാത്രമേ നമുക്ക് അതിനകത്തൊരു വലിയ സംഭവമൊക്കെ പ്രതീക്ഷിക്കാനുള്ളൂ, അല്ലെങ്കിൽ ഒരു കഥയെ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. ബാക്കിയുള്ള സിനിമകളെല്ലാം ഏതാണ്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. ഞാനും എൻ്റെ ഫാദറും കൂടെയാണ് ഈ സിനിമ കണ്ടത്. അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛനും ഇഷ്ടപ്പെട്ട്, ഇത് കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ട്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു സിനിമ കണ്ടിട്ട് അച്ഛനും. അതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 8 റേറ്റ് ചെയ്യാണ് ഈ മൂവിക്ക്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. Thank you for watching and thank you for supporting me.